പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. മധ്യാഹ്നം പിന്നിട്ട ഈ നേരത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നല്ലോ. ദാഥ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങളും പാപങ്ങളും അശുദ്ധികളും നീ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനും നിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം പ്രാപിപ്പാനും അനുഗ്രഹിക്കപ്പെടാൻ ഇടവരണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരും കർത്താവിന്റെ പരിശുദ്ധമായ സഭയുടെ ഐശ്വര്യത്തിൽ ചേർക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. സ്ലേഹികവും വിശുദ്ധവും ഏകവും കാതോലികവുമായ പരിശുദ്ധ സഭ, യേശുവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയോട് ഈ ജനസമൂഹം ചേർക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രയാസങ്ങളോടും സങ്കടങ്ങളോടും ഭാരങ്ങളോടും വേദനയോടും കൂടെയാണല്ലോ ദൈവമേ ഈ മക്കൾ ചേർന്ന് വന്നിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേൾപ്പാനും തിരുവചനം മനസ്സിൽ എഴുതുവാനും അത് ധ്യാനിച്ച് മനോഹരമായി ജീവിക്കുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ഈ വചനം കേൾപ്പാനിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ രക്തത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികമായ പീഡകളും ബാധകളും ബന്ധനങ്ങളും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അത് അഴിഞ്ഞു പോകട്ടെ. ഈശ്വരനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്ന് നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. എന്നെ തളരാതെ കരം തന്ന് നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്രേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. പരിശുദ്ധ റൂഹ നമുക്ക് ചിന്തയ്ക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരുന്നത് എന്നാൽ അർത്ഥം എന്താണ്? ഇപ്പോൾ സാധാരണ ആളുകൾ ചിന്തിക്കും, ഈ അപകടങ്ങളിലൂടെയും അനർത്ഥങ്ങളിലൂടെയും എല്ലാം കടന്നു പോകണമെന്ന് ദൈവം ആദ്യം നിശ്ചയിച്ചിരുന്നു. ഇല്ല. എന്നാൽ ദൈവത്തിന് ആദ്യം ഉണ്ടായിരുന്ന ചിന്ത, പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരും കർത്താവ് ദൈവരാജ്യത്തിന്റെ ഭാഗമായി ദൈവം വസിക്കുന്നവരായി പുത്രത്വത്തിന്റെ ആ ശ്രേണിയിലേക്ക് ചേർക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിൽ നടന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യൻ വഴിമാറിപ്പോയി. പിന്നെ ആ മർമ്മം, ഏതാണ് ആ മർമ്മം? പുത്രത്വത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഓരോ ആളുകളും തൃത്വത്തിൽ പുത്രനായ യേശു തമ്പുരാന്റെ സ്ഥാനത്തേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ള ആ മർമ്മം വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമായി നിൽക്കുന്നു. ആ ക്രിസ്തുവിലേക്ക് ആര് ചേരുന്നുണ്ടോ അവരെല്ലാവരും ദൈവം സ്ഥാപനത്തിന് മുമ്പേ കണ്ടതായ ആ മർമ്മത്തിലേക്ക് സംയോജിക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ യഥാർത്ഥമായ വിശുദ്ധിയിലും നന്മയിലും എത്തിച്ചേരുന്നത് ഈ സന്ദർഭത്തിൽ മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ കൂടുതൽ അടുക്കാനും ബലപ്പെടാനും ഭാഗ്യം തരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തൃത്വത്തിന്റെ ഐശ്വര്യത്തിലേക്ക് ചേർക്കും. നിങ്ങളുടെ മേലുള്ള സകല വിധത്തിലുമുള്ള പൈശാചിക ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ ഇവയെല്ലാം അഴിയപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ,
അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിലേക്ക് ചേർക്കപ്പെടുവാൻ ഇവർ അനുഗ്രഹത്തോടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കട്ടെ. ഇവരുടെ മേലുള്ള പൈശാചിക ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ പൊട്ടപ്പെടട്ടെ. കർത്താവിന്റെ സഭയുടെ ഐശ്വര്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, വിശുദ്ധിയോടെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദിവസവും 2 ശുശ്രൂഷകൾ നമുക്കുണ്ട്. പകൽ സമയത്തുള്ള 2 മണിയുടെ ചെറിയ പ്രാർത്ഥനാ യോഗം, ഇപ്പോൾ നടന്ന യോഗം. 2 വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗം. നിങ്ങൾ എല്ലാവരും ഈ ശുശ്രൂഷ ഉപയോഗപ്പെടുത്തുക. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധ സഭയാകുന്ന കർത്താവിന്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇതെല്ലാം മുഖാന്തരമാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ.